തുടർന്ന് അശ്വിൻ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന ആളാണ് ടി എച്ച് മുസ്തഫ. പിന്നീട് യൂത്ത് കോൺഗ്രസിലൂടെ, പിന്നീട് കോൺഗ്രസിലൂടെ അതിൻ്റെ സമുന്നത പദവികളിലേക്ക്, കരുണാകരൻ മന്ത്രിസഭയിൽ ഭക്ഷ്യമന്ത്രി സ്ഥാനമടക്കം, അങ്ങനെ അടിമുടി ചെറുപ്പകാലം മുതലേ കോൺഗ്രസ് സംസ്കാരം ഉള്ളിൽ ഉൾക്കൊണ്ട കോൺഗ്രസ്സുകാരനായ ഒരു വലിയ തലപ്പൊക്കമുള്ള നേതാവിൻ്റെ വിടവിൽ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം എന്താണ്, അനുസ്മരണം എന്താണ് അശ്വിൻ? നിലവിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങളും അനുസ്മരണങ്ങളും ഒക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. നേരത്തെ ആസ്മി സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനകളിലെത്തി ഒരു ഭക്ഷ്യമന്ത്രി എന്നുള്ള നിലയിലേക്കൊക്കെ വളർന്നു കോൺഗ്രസിൻ്റെ ഒരു അനിഷേധ്യനായ നേതാവിലേക്ക് വളർന്ന ടി എച്ച് മുസ്തഫ കോൺഗ്രസിന് അന്നും ഇന്നും പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ്, അവരുടെ മാർഗദർശി തന്നെയാണ്. 1991 മുതലാണ് അദ്ദേഹം കുന്നത്തുനാട് മണ്ഡലത്തിൽ ജനപ്രതിനിധിയായി തുടങ്ങിയത്. 97 മുതൽ 91 വരെയും പിന്നീട് 96 മുതൽ 2001 വരെയും അദ്ദേഹം MLA ആയിരുന്നു. അതിനിടെ 91 മുതൽ 94 വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം കേരളത്തിൻ്റെ ഭക്ഷ്യമന്ത്രിയായി പ്രവർത്തിച്ചത്. ആ കാലങ്ങളിലൊക്കെ ഭക്ഷ്യവകുപ്പെടുത്ത തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പല നിർണായക ഇടപെടലുകളും അക്കാലത്ത് വളരെ ശ്രദ്ധിക്കപ്പെട്ടതാണ് എന്നുള്ളതും ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചോ ഈ അക്കാലത്തെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളിൽ മുൻനിര നേതാവായിരുന്നു. ഒപ്പം തീപ്പൊരി പ്രാസംഗികൻ, അക്കാലത്ത് കലാലയങ്ങളിലൊക്കെ തീപ്പൊരി പ്രാസംഗികൻ എന്നറിയപ്പെട്ടിരുന്ന ഒരു നേതാവ് കൂടിയാണ് ടി എച്ച് മുസ്തഫ. അങ്ങനെ വിദ്യാർത്ഥി സംഘടനയിലൂടെ വളർന്ന പിന്നീട് കോൺഗ്രസിൻ്റെ തലപ്പത്തേക്കെത്തി എറണാകുളത്തെ കോൺഗ്രസിനെ ഒരു നേരായ വഴിയെ നടത്താൻ പഠിപ്പിച്ചൊരു നേതാവ് എന്നൊക്കെ അദ്ദേഹത്തിന് വിശേഷണങ്ങളുണ്ട്. എന്തായാലും അത്തരത്തിൽ എറണാകുളത്തെ കോൺഗ്രസിന് തന്നെയാണ് ടി എച്ച് മുസ്തഫയുടെ വിയോഗം ഒരു വലിയ നഷ്ടമാകുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ പല കാലങ്ങളിലുണ്ടായ ചേരിപ്പോരിലൊക്കെ നിർണായക ഒരു സ്വാധീനമായി അല്ലെങ്കിൽ നിർണായക ശക്തിയായി മാറാൻ ഈ ടി എച്ച് മുസ്തഫയ്ക്ക് അക്കാലങ്ങളിലൊക്കെ സാധിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ ഡി സി സി പുനഃസംഘടന ചൊല്ലിയുള്ള തർക്കത്തിലൊക്കെ അധിക നാളായിട്ടില്ല, ഒരു 1.5 വർഷമൊക്കെ ആയിരുന്നു എൻ്റെ ഓർമ്മ. ആ തർക്കത്തിലൊക്കെ വളരെ കൃത്യമായ നിലപാട് ടി എച്ച് മുസ്തഫ പറഞ്ഞിരുന്നു. അപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ വന്ന് ഈ പറയുന്ന വാർത്താ സമ്മേളനത്തിൽ ഇതിലൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തെ അലട്ടുന്നത് പ്രകടമായിരുന്നു. എങ്കിൽ കൂടിയും പറയാനുള്ള കാര്യം കൃത്യമായി പാർട്ടിക്കുള്ളിലോ പുറത്തോ അത് മന്ത്രിയായിരിക്കുമ്പോഴും ഒക്കെ പറയാനുള്ള നിലപാട് കൃത്യമായി പറഞ്ഞ് മുന്നോട്ട് പോയൊരു നേതാവ് കൂടിയാണ് ടി എച്ച് മുസ്തഫ. അതിനകത്ത് കാപട്യം അദ്ദേഹം കാണിച്ചിരുന്നില്ല. അശ്വിൻ, തീർച്ചയായും അശ്വിൻ, അത് തന്നെയാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. അതായത് ഈ ഗ്രൂപ്പ് പോരുകളില്ലാതെ കോൺഗ്രസിനെ ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിരുന്ന നേതാക്കളിൽ ഒരാളാണ് ടി എച്ച് മുസ്തഫ എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ കാലങ്ങളിൽ ഈ പുനഃസംഘടനയിലൊക്കെ അദ്ദേഹം എടുത്ത നിലപാട് എന്ന് പറയുന്നത് അധികം നേതാക്കൾക്ക് എടുക്കാൻ സാധിക്കാത്തൊരു നിലപാട് കൂടിയാണ്. കാരണം ഇത്തരത്തിൽ ഈ ഗ്രൂപ്പ് നേതാക്കളുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പാർട്ടി വിടേണ്ടി വരുമെന്ന് തുറന്നു പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം പോയിരുന്നു. അത് ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ സമീപകാലത്താണ്, അധികം വർഷങ്ങൾ പഴക്കമുള്ള ചരിത്രമല്ല അത്. കഴിഞ്ഞ ഒരു 1.5 വർഷങ്ങൾ മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടായിരുന്നു ഈ പാർട്ടി വിടുമെന്നുള്ളൊരു ഭീഷണി. എന്തായാലും അക്കാലങ്ങളിലും അദ്ദേഹം ഈ അസുഖങ്ങളെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു. അപ്പോഴും പാർട്ടിയുടെ കാര്യങ്ങൾ അദ്ദേഹം മറക്കാനോ അല്ലെങ്കിൽ പാർട്ടിയെ മറന്നുകൊണ്ടൊരു വിശ്രമ ജീവിതത്തിന് അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണങ്ങളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അക്കാലത്തും അതായത് വളരെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അദ്ദേഹത്തെ അലട്ടുമ്പോഴും പാർട്ടിയിലെ ഗ്രൂപ്പ് പോരുകളും പാർട്ടിയുടെ നല്ല രീതിയിലുള്ള മുന്നോട്ട് പോക്കുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു. ഗ്രൂപ്പ് പോരിൽ പ്രതിഷേധിച്ച് പാർട്ടി വിടും എന്ന് പറഞ്ഞെങ്കിലും എത്താം. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്, മുൻ മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഒരുപാട് ഓർമ്മകളുണ്ടാകും നിങ്ങളുടെയൊക്കെ കുറച്ച് സീനിയർ ആണെങ്കിൽ കൂടിയും സമകാലീനൻ എന്ന് പറയാവുന്ന രാഷ്ട്രീയ നേതാവാണ്. എത്രത്തോളം ഓർമ്മകൾ ടി എച്ച് മുസ്തഫയെ കുറിച്ചുണ്ട് ശ്രീ തിരുവഞ്ചൂർ? ശ്രീ ടി എച്ച് മുസ്തഫയെ കുറിച്ച് അഭിമാനകരമായ പശ്ചാത്തലത്തോടു കൂടിയാണ് ഞാൻ ആലോചിക്കുന്നത് തന്നെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ താഴത്തെ തലത്തിലൂടെ വന്ന് അദ്ദേഹം സമുന്നതമായ സ്ഥാനത്തേക്ക് വളർന്നിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നപ്പോഴാണ് എറണാകുളം ജില്ലയിലെ സമഗ്രമായ മാറ്റത്തിന് വേണ്ടി നേതൃത്വം കൊടുത്തത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി പിന്നീട് അദ്ദേഹം വൈസ് പ്രസിഡന്റായി. എല്ലാ തലങ്ങളിലും അദ്ദേഹത്തിന്റെ വ്യക്തിത്വം നിഴലിച്ച് കണ്ടു. അദ്ദേഹത്തിന്റെ പ്രവർത്തനം അത്ര പ്രത്യേകതയുള്ളതായിരുന്നു. ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലായിരുന്നു അദ്ദേഹം. എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം ഓടിയെത്തും. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള വികാരങ്ങൾ ജനങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വാക്ചാതുര്യം അദ്ദേഹത്തിന് നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാ സഹപ്രവർത്തകരോടും ഏറ്റവും കൂടുതൽ സ്നേഹത്തോടു കൂടിയാണ് അദ്ദേഹം പെരുമാറിയിട്ടുള്ളത്. ഞാൻ ഇന്ന് ഓർക്കുന്നു, ശ്രീ ടി എച്ച് മുസ്തഫ സൽക്കാരപ്രിയനാണ്. നമ്മുടെ അതിഥികൾക്കായാലും സുഹൃത്തുക്കൾക്കായാലും അവർ എല്ലാവരെയും വേണ്ട വിധം സൽക്കരിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിനൊരു മടിയും ഉണ്ടായിരുന്നില്ല. സംഘടനാ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ചിട്ടയോടുകൂടി അദ്ദേഹം മുന്നോട്ട് പോയിട്ടുണ്ട്. അദ്ദേഹം സേവാദളിന്റെ ചെയർമാനായിരുന്ന കാലത്താണ് കേരളത്തിൽ സേവാദളിന്റെ പ്രവർത്തനം അതിന്റെ ഏറ്റവും ഉച്ചസ്ഥ സ്ഥാനത്തെത്തിയിട്ടുള്ളത്.
എത്രയോ ആയിരക്കണക്കിന് ആളുകളെ അദ്ദേഹം സേവാദളിലേക്ക് ആകർഷിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെറുതല്ല. ഒരു പ്രദേശത്തിന്റെ മാറ്റത്തിന് വേണ്ടി അദ്ദേഹം വളരെ സജീവമായി നിലയുറപ്പിച്ചു എന്നുള്ളത് ഇവിടെ എല്ലാ ആളുകൾക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ്. എനിക്ക് ശ്രീ ടി എച്ച് മുസ്തഫയായിട്ട് ഏറ്റവും കൂടുതൽ വ്യക്തിബന്ധമുണ്ടായിരുന്ന ആളാണ്. ഞങ്ങൾ ഒരുമിച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ മൂല്യം എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. നന്ദി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇതൊക്കെ പറയുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ നിലപാട് അത് പാർട്ടിക്ക് അകത്താണെങ്കിലും പാർട്ടിക്ക് പുറത്താണെങ്കിലും വെട്ടി തുറന്ന പോലെ തുറന്ന് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് മുന്നോട്ട് പോയ രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. അദ്ദേഹം ഒന്നും ഒളിച്ചു വെച്ചിരുന്നില്ല മനസ്സിൽ, അല്ലേ തിരുവഞ്ചൂർ? മാത്രമല്ല അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ മുമ്പിൽ വെച്ചാണെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യം അദ്ദേഹം വെട്ടി തുറന്ന് പറയാം. അതിന്റെ കാര്യം എന്താ? അദ്ദേഹം സത്യസന്ധനാണെന്നുള്ളതാണ്. മനസ്സിലൊന്ന് വെച്ച് മറ്റൊന്ന് പറയുന്ന സാധാരണഗതിയിൽ ഒരു ആധുനിക കാലഘട്ടത്തിലെ പൊളിറ്റിക്സ് അദ്ദേഹത്തിനില്ല. അദ്ദേഹം ആ കാര്യത്തിലെല്ലാം തുറന്ന മനസ്സോടുകൂടിയാണ് നിലയുറപ്പിച്ചിരുന്നത്. അദ്ദേഹം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന കാലത്ത് എനിക്ക് നേരിട്ടറിയാവുന്ന ഒട്ടനവധി അനുഭവങ്ങളുണ്ട്. അതെല്ലാം ശ്രീ ടി എച്ച് മുസ്തഫയെ കുറിച്ച് തന്നെ. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ആ ദീപ്തമായ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ എൻ്റെ എല്ലാ വിധത്തിലുമുള്ള ആദരവുകളും അറിയിക്കുകയാണ്. നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഒരു കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ തുടങ്ങി കോളേജുകളിൽ തീപ്പൊരു പ്രാസംഗികൻ എന്ന പേരെടുത്ത് അതിൻ്റെ യുവജന സംഘടനയിലൂടെ വളർന്ന് അതിൻ്റെ സേവാദൾ വിഭാഗത്തിൽ ഒക്കെ പ്രവർത്തിച്ച് അതിൻ്റെ സംഘടന എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ കെട്ടിയിറക്കപ്പെട്ട ആളോ ഏതെങ്കിലും തരത്തിൽ ഒരു ലാറ്ററൽ എൻട്രി വഴി കിടന്ന ആളോ അല്ല. കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ താഴെത്തട്ട് മുതൽ പ്രവർത്തിച്ച് കരുണാകരൻ മന്ത്രിസഭയിലെ ഭക്ഷ്യമന്ത്രി അടക്കം ഉന്നത പദവികളിലേക്ക് എറണാകുളം DCCയുടെ ദീർഘ വർഷങ്ങളെ പ്രസിഡന്റ് എന്ന പദവിയിലേക്കൊക്കെ ഉയർന്ന ഒരു വലിയ നേതാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈ പെരുമ്പാവൂർ റൂട്ടിലുള്ള വാഴക്കുളത്തെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ പറഞ്ഞതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും കടന്നു ചെല്ലാം. ഒരു നേരത്തെ ഭക്ഷണമാകട്ടെ, അത്തരത്തിൽ അതിഥികളെ സൽക്കരിക്കുന്നതിൽ, അതുപോലെ തന്നെ സമൂഹത്തിന്റെ പല തട്ടുകളിലുള്ള ആളുകളുമായിട്ടും വലിയൊരു സൗഹൃദം. അത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ ചെന്ന് പറയാമെന്നുള്ള രീതിയിൽ, ആ രീതിയിൽ തന്നെയാണ് അവിടെയുള്ള ആളുകളെല്ലാം തന്നെ അദ്ദേഹത്തെ കണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഹാഷ്മി INTUCയുടെ വിവിധ സംഘടനകളിൽ, അത് തൊഴിലാളി സംഘടനകളിൽ, തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ പല വർഷങ്ങളിലായി പല കാലങ്ങളിലായി വിവിധ സംഘടനകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ട്രേഡ് യൂണിയനിലെ എന്തോ ഒരു പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം കൃത്യമായി ഇടപെടും. ഉറച്ച നിലപാടുകൾ, തീരുമാനങ്ങൾ എടുക്കും. അത് നടപ്പാക്കുന്നതിലും വളരെ ഉറച്ചു നിൽക്കുമായിരുന്നു എന്നുള്ളതാണ്. PP ജെയിംസ് ചേരുന്നുണ്ട്. ജെയിംസ്, എങ്ങനെയാണ് ദീർഘകാലം പത്രപ്രവർത്തന പരിചയത്തിലൊക്കെ TH മുസ്തഫ എന്ന രാഷ്ട്രീയ നേതാവിനെ കുറിച്ചുള്ള ജെയിംസിന്റെ വ്യക്തിപരമായ ഓർമ്മ? ഹാഷ്മി, സ്മിത, TH മുസ്തഫ ഫുഡ് മിനിസ്റ്റർ ആയിരുന്ന, ഭക്ഷ്യമന്ത്രിയായിരുന്ന കാലം 91 മുതൽ 95 വരെയുള്ള കാലഘട്ടത്തിൽ പഴയ നിയമസഭയിൽ ഞാൻ പലതവണ അദ്ദേഹവുമായിട്ട് വളരെ ദീർഘമായിട്ട് സംസാരിക്കുകയും വലിയ ബന്ധങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു സംസാരപ്രിയനാണ്. തുറന്ന് സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് നേരം സംസാരിക്കും. ഒരുപക്ഷെ അത് അദ്ദേഹത്തെ ഒരുപാട് വിവാദങ്ങളിൽ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട്. ഭക്ഷ്യമന്ത്രിയായിരുന്ന കാലത്ത് ടിക്കാറാം മീണയായിട്ടുണ്ടായിട്ടുള്ള വിവാദങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം ടിക്കാറാം മീണയ്ക്കെതിരെ കോൺവെൻഷ്യൽ റിപ്പോർട്ടൊക്കെ എഴുതുകയും പിന്നീട് നായനാർ സർക്കാർ വന്നപ്പോൾ അത് തിരുത്തുകയൊക്കെ ചെയ്ത സംഭവങ്ങളുണ്ട്. എന്തായാലും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ, പ്രത്യേകിച്ച് IA ഗ്രൂപ്പായിട്ട് തിരിഞ്ഞപ്പോൾ കരുണാകരനോടൊപ്പം നിന്ന് കോൺഗ്രസ് പാർട്ടിയെ ശക്തമായി തിരിച്ചു കൊണ്ടുവരുന്നതിൽ വലിയ പങ്കുവഹിച്ച ആളാണ് അദ്ദേഹം. എന്ന് മാത്രമല്ല, ആ കാലത്ത് ഇന്ദിരാഗാന്ധിയുമായിട്ട് നേരിട്ട് ബന്ധം കരുണാകരൻ കഴിഞ്ഞാൽ ഉണ്ടായിരുന്ന ഒരു ചുരുക്കം ആൾക്കാരിൽ ഒരാളാണ് TH മുസ്തഫ. അദ്ദേഹം എന്നും പറയായിരുന്നു, നെഹ്റുവിയൻ കോൺഗ്രസ് ആണ് ഞാൻ. നെഹ്റുവിന്റെ കൂടെയും ഇന്ദിരാഗാന്ധിയുടെ കൂടെയും രാജീവ് ഗാന്ധിയുടെ കൂടെയാണ് ഞാൻ. അതിനിടയ്ക്ക് കരുണാകരൻ കോൺഗ്രസുമായി പിണങ്ങിയ സമയത്ത് അദ്ദേഹം കരുണാകരനെ വിട്ട് പോയ സമയമുണ്ട്. കരുണാകരനുമായിട്ടാണ് ഏറ്റവും അടുത്ത് നിന്നിരുന്നത്. കരുണാകരൻ മന്ത്രിസഭയിൽ 4 വർഷം ഭക്ഷ്യമന്ത്രിയായിരുന്ന ഒരു കാലം. അതുപോലെ തന്നെ KPCCയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അദ്ദേഹം വാർത്തകളിൽ നിറഞ്ഞ് നിന്നിരുന്ന ആളാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ തട്ടകം എറണാകുളം ജില്ലയായിരുന്നു. ആലുവയിലാണ് ആദ്യം മത്സരിച്ച് ജയിച്ചത്. എറണാകുളത്ത് 14-15 വർഷം അദ്ദേഹം DCC പ്രസിഡന്റ് ആയിരുന്നു. സംഘടനാ രംഗത്ത് വളരെ ശക്തമായിട്ട് നേതൃത്വം നൽകിയ ആളാണ്. അപ്പൊ TH മുസ്തഫയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഞാൻ ഒരു മിനിറ്റ് ജെയിംസ് സാർ, മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല വിളിച്ചിരുന്നു. രമേശ് ചെന്നിത്തല, എങ്ങനെയാണ് TH മുസ്തഫ എന്ന എറണാകുളത്തെ മാത്രമല്ല കേരളത്തെ
കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരു അധികായനെ കുറിച്ചുള്ള അങ്ങയുടെ പ്രിയപ്പെട്ട ഓർമ്മകൾ? തീർച്ചയായിട്ടും അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് മഹത്തായ സംഭാവനകൾ നൽകിയ ഒരു ശക്തനായ നേതാവായിരുന്നു. എറണാകുളം DCC പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിലാണ് അത് ഏറ്റവും കൂടുതൽ തിളങ്ങിയത്. അത് കഴിഞ്ഞിട്ട് KPCCയുടെ ജനറൽ സെക്രട്ടറിയായി 78-ൽ പാർട്ടി വളർന്നപ്പോൾ അദ്ദേഹം ശ്രീ KM ചാണ്ടി സാറിനോടൊപ്പം പ്രവർത്തിച്ചു. ചാണ്ടി സാർ KPCC പ്രസിഡന്റായിരുന്നു. ഞാനും കാർത്തികേയനും ഒക്കെ നിങ്ങൾ KSUവിൽ പ്രവർത്തിക്കുന്ന കാലമാണ്. ഞങ്ങൾ ഓർക്കുന്നുണ്ട്, എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും ശക്തമായ നേതൃത്വം നൽകിയ ഒരു വ്യക്തിയാണ് ശ്രീ TH മുസ്തഫ. അപ്പോൾ പാർട്ടിക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ഒരു ശക്തമായ നേതൃനിര കെട്ടിപ്പടുക്കാൻ ആത്മാർത്ഥമായി രംഗത്ത് നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയായി അദ്ദേഹത്തെ നമുക്ക് വിലയിരുത്താൻ കഴിയും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ പിന്തുണ എല്ലാ രംഗത്തും അദ്ദേഹം നൽകിയ ഒരാളാണ്. തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിലുള്ള ദൃഢത, അതോടൊപ്പം തന്നെ വേഗത, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരെ കൺവിൻസ് ചെയ്യാനുള്ള ചാതുര്യം, ഇതെല്ലാം മുസ്തഫയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളായിരുന്നു എന്നുകൂടി ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. ഈ സന്ദർഭത്തിൽ അദ്ദേഹം ഞങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. രമേശ് ചെന്നിത്തല ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ, ഒരു ജീവചരിത്രം എന്താണ്, കോൺഗ്രസിൽ പിന്നിട്ട 60 വർഷം എന്തെന്നോ പറഞ്ഞ് നേരത്തെ കുറച്ചാൾ മുമ്പ് ഇറങ്ങിയതാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയാനുള്ള വിമർശനങ്ങളൊക്കെ താങ്കൾക്കെതിരെയാണെങ്കിലും ഉമ്മൻചാണ്ടിക്കെതിരെയാണെങ്കിലും AK ആന്റണിക്കെതിരെയാണെങ്കിലും പറയാനുള്ള വിമർശനങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞ് തന്നെ പോയിട്ടുണ്ട് പുസ്തകത്തിലടക്കം. ശ്രീ രമേശ്, അതെ, അതിന് ഞങ്ങൾക്ക് അദ്ദേഹത്തോട് യാതൊരു പിണക്കവുമില്ലായിരുന്നു. TH അങ്ങനെയാണ്, ഉള്ള കാര്യങ്ങൾ തുറന്നു പറയും. പക്ഷേ ഞങ്ങളോടൊക്കെ വലിയ സ്നേഹമായിരുന്നു. എപ്പോഴും ഞങ്ങൾ കാണാൻ ചെല്ലുമ്പോഴൊക്കെ വലിയ സ്നേഹവും അദ്ദേഹം ഞങ്ങൾക്ക് വലിയ ഉപചാരം, വലിയ കാര്യമാണ്. നമ്മളെയൊക്കെ ചെല്ലുമ്പോൾ നമ്മളെയൊക്കെ സ്വീകരിക്കുകയും ഭക്ഷണം തരികയും നമ്മളോടൊക്കെ സൗഹൃദം പങ്കിടുകയും ചെയ്യുന്ന കാര്യത്തിൽ മറ്റേത് നേതാവിനേക്കാളും മുന്നിൽ നിന്ന വ്യക്തിയാണത്. നന്ദി ശ്രീ രമേശ് ചെന്നിത്തല. എന്ന് പറഞ്ഞാൽ ഓർക്കുകയാണ് മുൻ പ്രതിപക്ഷ നേതാവ്, നേരത്തെ മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ ഓർക്കുകയാണ് TH മുസ്തഫ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ അധികായനായ ഒരു നേതാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ. കരുണാകരനുമായി വളരെ അടുപ്പത്തിൽ സൗഹൃദം സൂക്ഷിച്ചിരുന്ന, അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ദീർഘകാലം ഭക്ഷ്യമന്ത്രിയായിരുന്ന, അതേസമയം തന്നെ വിമർശനം ഉന്നയിക്കുമ്പോൾ ആർക്കെതിരെ, അതിപ്പോൾ കരുണാകരനെതിരെ ആയിക്കോട്ടെ, ഉമ്മൻചാണ്ടിക്കെതിരെ ആയിക്കോട്ടെ, രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ആയിക്കോട്ടെ, AK ആന്റണിക്കെതിരെ ആയിക്കോട്ടെ, ഉണ്ടാകുന്ന മനസ്സിൽ തോന്നിയ വിമർശനങ്ങൾ അതത് കാലത്ത് കൃത്യമായി തന്നെ തുറന്നു പറഞ്ഞതുമാണ്. PP ജെയിംസ് തുടരുന്നുണ്ട്. ജെയിംസ്, ഈ വിമർശനങ്ങൾ പറയുന്നതിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല പറയുകയായിരുന്നു, ഈ പറയുന്ന അതൃപ്തികളും വിയോജിപ്പുകളും തുറന്നു പറയുമ്പോൾ പോലും വ്യക്തിപരമായി വളരെ സൗഹൃദത്തോടെ ചേർത്ത് പിടിച്ച ഒരു സൗഹൃദക്കാരനായ രാഷ്ട്രീയക്കാരൻ കൂടിയാണ് TH മുസ്തഫ എന്നത് ഒരു കാലത്തെ രാഷ്ട്രീയ നേതാക്കളുടെ ഒരു വലിയ സവിശേഷതയാണ് എന്നുകൂടി പറയാമല്ലേ ജെയിംസ്? ഹാഷ്മി, തീർച്ചയായിട്ടും ഞാൻ ഓർക്കുന്നു, പ്രത്യേകിച്ച് 90കളിൽ അദ്ദേഹം ഏറ്റവും ശക്തനായി കോൺഗ്രസ് രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം എപ്പോഴും ഒരു എന്താ പറയുക, വലിയ ശക്തമായിട്ട് നിയമസഭയിലും പുറത്തും വിമർശനങ്ങൾ ഉന്നയിക്കുകയും, പക്ഷെ അതേ ആൾക്കാരുമായിട്ട് തോളിൽ കൈയിട്ട് നടക്കുകയും സംസാരിക്കുകയും, അദ്ദേഹം സൽക്കാരപ്രിയൻ കൂടിയായിരുന്നു. വലിയ രീതിയിൽ നിയമസഭയിലൊക്കെ എല്ലാവർക്കും ഈ സൽക്കാരപ്രിയരായിട്ടുള്ള കുറച്ച് പേരെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഒന്ന് ഗൗരിയമ്മ വലിയ സൽക്കാരപ്രിയായിരുന്നു. ഈ ഇവിടുന്ന് വരുമ്പോൾ അദ്ദേഹത്തിന് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഗൗരിയമ്മ കശുവണ്ടി കൊണ്ടുവരും. അതുപോലെ യൂനുസ് കുഞ്ഞ്, അതുപോലെ ഒരു കക്ഷിയായിരുന്നു TH മുസ്തഫ. തന്റെ സഹപ്രവർത്തകർക്കൊക്കെ ഈ കശുവണ്ടിയും പലഹാരമൊക്കെ കൊണ്ടുവരുന്ന, അവരെ ചേർത്ത് നിർത്തുന്ന ഒരു പ്രത്യേക സൗഹൃദം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ വിവാദങ്ങളിൽ അദ്ദേഹം പലപ്പോഴും ഇങ്ങനെ കൂടുതൽ സംസാരിക്കുന്നത് കൊണ്ട് വിവാദങ്ങളിൽ പെടുക എളുപ്പമാണ്. പക്ഷെ TH മുസ്തഫ ആയതുകൊണ്ട് ഇവിടെ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞ പോലെ വിമർശനങ്ങൾ പറഞ്ഞാലും അദ്ദേഹത്തെ ആരും അദ്ദേഹത്തോട് പിണങ്ങിയിരുന്നില്ല. വളരെ ശക്തമായിട്ട് സംസാരിക്കും. പിന്നെ ഹാഷ്മി, ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ കേരള രാഷ്ട്രീയത്തിൽ ഈ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർ കോൺഗ്രസിൽ നേതാക്കളായിട്ട് വരുന്നത് കുറവാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പൊ മുസ്ലിം നേതാക്കൾ കൂടുതലും മുസ്ലിം ലീഗിന്റെ വരുന്നത് കൊണ്ട് കോൺഗ്രസിൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർക്ക് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് വേണ്ടത്ര പ്രാതിനിധ്യം ലഭിക്കാറില്ല എന്ന് പറയുമ്പോൾ പാരിയാടൻ മുഹമ്മദ്, MM ഹസൻ തുടങ്ങിയിട്ടുള്ള പ്രമുഖ നേതാക്കളാണ് അതിന്റെ തലപ്പത്തുള്ളത്. അല്ലാതെ അധികം നേതാക്കൾക്കൊരു സ്പേസ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഈ എറണാകുളത്തെ വലിയ ശക്തി ദുർഗമായിട്ട് അദ്ദേഹം വരുന്നത്. പൊതുവെ മുസ്ലിം സമുദായത്തിൽ നിന്ന് KPCC സ്ഥാനത്ത് TO ബാവയെ പോലുള്ളവർ വന്നിട്ടുണ്ട്. പക്ഷേ
ഈ ടി എച്ച് മുസ്തഫയെ പോലൊരാള്, പ്രത്യേകിച്ച് എ ഗ്രൂപ്പിലെ ഒരുപാട് നേതാക്കൾ ആന്റണി പക്ഷത്തേക്ക് പോയ സമയത്ത് കരുണാകരന്റെ കൂടെ ഉറച്ചു നിന്ന് ജെയിംസ് സർ തുടരുക. ഇപ്പോൾ LDF കൺവീനർ EP ജയരാജൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം സർ. ഈ ദുഃഖവാർത്ത ഇന്ന് രാവിലെ എത്തുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു കാലം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ പല ഭിന്നാഭിപ്രായങ്ങളുള്ളപ്പോഴും എല്ലാവരും തമ്മിലൊരു സൗഹൃദം, പ്രത്യേകിച്ച് TH മുസ്തഫ അദ്ദേഹം നിയമസഭയിലുള്ളപ്പോഴൊക്കെ തന്നെ വലിയൊരു സൗഹൃദ വലയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എങ്ങനെ ഓർത്തെടുക്കുന്നു ആ കാലം? ശ്രീ TH മുസ്തഫ നിയമസാമാജികനായിരിക്കുന്ന കാലത്തും മന്ത്രിയായിരുന്ന കാലത്തും അദ്ദേഹത്തോടൊപ്പം ആ സഭയിൽ ഞാനൊരു അംഗമായിരുന്നു. ആ ഘട്ടങ്ങളിലെല്ലാം വളരെയധികം സൗഹൃദവും സാഹോദര്യവും വെച്ചു പുലർത്തിയിട്ടുള്ള നല്ല രാജനേതാവായിരുന്നു അദ്ദേഹം. ശ്രീ K കരുണാകരന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് കരുണാകരൻ വിഭാഗത്തിന്റെ ശക്തനായ വക്താവായി നിന്നുകൊണ്ട് പോരാടിയിരുന്നു അദ്ദേഹം. പക്ഷേ ഇടതുപക്ഷത്തോട് അങ്ങേറ്റത് ബഹുമാനവും ആദരവും പുലർത്തി പ്രവർത്തിച്ച ഒരാളായിരുന്നു അദ്ദേഹം. കോൺഗ്രസിന്റെ DCC പ്രസിഡന്റായും കോൺഗ്രസിന്റെ സമുന്നത നേതാവായും വളരെ കാലം MLA ആയും മന്ത്രിയായിട്ടും ഒക്കെ പ്രവർത്തിച്ച് കേരള സമൂഹത്തിൽ നിറഞ്ഞു നിന്ന നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹവുമായിട്ട് ഞങ്ങൾ സഹകരിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തെ ശക്തമായി വിമർശിച്ചുകൊണ്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഘട്ടങ്ങളിലെല്ലാം അങ്ങേയറ്റത്തെ സ്നേഹവും ബഹുമാനവും പരസ്പരം വെച്ചു പുലർത്തി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം. അസുഖം ബാധിച്ച് അദ്ദേഹം പൊതുരംഗത്ത് സജീവമായി വരാൻ കഴിയാത്ത കാലത്ത് പോലും ഞങ്ങളുമായിട്ടൊക്കെ സൗഹൃദം പങ്കിടുന്നതിൽ ഒരു മടിയുമില്ലാത്ത, അതിന് താല്പര്യം കാണിച്ചിട്ടുള്ള ഒരു നേതാവാണ്. അതുകൊണ്ട് 82 വയസ്സായി അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം ഒരുപാട് അനുഭവിച്ചെങ്കിലും ഈ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ, ഭരണരംഗത്ത് നൽകിയിട്ടുള്ള സംഭാവനകൾ, ഒരു ഭക്ഷ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം, ഞാൻ അഴീക്കോട് നിയോജക മണ്ഡലം MLA ആയിരുന്ന ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം എന്റെ മണ്ഡലത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നല്ല നിലയിൽ തന്നെ നടപ്പിലാക്കിയിരുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ളതിന്റെ ഒരു കോൺഗ്രസിന്റെ ഒരു ഗ്രൂപ്പിന്റെ നേതാവായി, രാഷ്ട്രീയ നേതാവായി പ്രവർത്തിക്കുമ്പോഴും എല്ലാവരോടും വലിയ സാഹോദര്യവും വിശ്വാസവും വെച്ചു പുലർത്തി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. കഴിയുന്നത്ര ആളുകളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ നിറഞ്ഞു നിന്ന ഒരു ഭരണാധികാരി, രാഷ്ട്രീയ നേതാവ്, സാമൂഹ്യ രംഗത്ത് ഉറച്ചു നിന്ന് പ്രവർത്തിച്ച ഒരാൾ. അതുപോലെ തന്നെ അദ്ദേഹം ഒരു നല്ല മതവിശ്വാസിയായി, ഇസ്ലാം മതവിശ്വാസിയായി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു നല്ല രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ വേർപാട്. തീർച്ചയായും കേരള രാഷ്ട്രീയത്തിനും കേരള സമൂഹത്തിനും ഒരു നഷ്ടം തന്നെയാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ കാണിച്ചിട്ടുള്ള ആ സൗഹൃദവും സാഹോദര്യവും ഇന്നത്തെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഒരു മാതൃകയായിട്ട് തന്നെ സ്വീകരിക്കേണ്ടതാണ്. CP അത് ചോദിക്കാൻ വരുമായിരുന്നു. എന്ന് പറഞ്ഞാൽ കടുത്ത രാഷ്ട്രീയ വിയോജിപ്പുകൾ വെച്ച് പുലർത്തുമ്പോഴും കടുത്ത വാക്പോര് തുടരുമ്പോഴും വ്യക്തിപരമായ സൗഹൃദം അത് സൂക്ഷിക്കുക എന്നുള്ളത് അങ്ങയുടെയൊക്കെ കാലത്തെ രാഷ്ട്രീയ നേതാക്കളുടെ പ്രധാന സവിശേഷതയായിരുന്നു. അത് പുതിയ യുവതലമുറ രാഷ്ട്രീയക്കാർക്ക് മാതൃകയുമാണല്ലേ CP? അതെ, തീർച്ചയായിട്ടും അതെ. രാഷ്ട്രീയ എതിരാളികളെ വെടിവെച്ച് കൊല്ലാനോ ആക്രമിക്കാനോ തല്ലാനോ ഒന്നും പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഒരിക്കലും നമ്മുടെ നാട് തിരിച്ചു പോകാൻ പാടില്ല. രാജ്യത്തിന്റെ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹത്തെ മാതൃകയാക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അദ്ദേഹത്തെ ശക്തമായി ഞാൻ നിയമസഭയിൽ വിമർശിച്ച അവസരത്തിലും ആ ദിവസം തന്നെ എന്നോട് വന്ന സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിച്ചിട്ടുള്ള ഞാൻ ഇന്നും അത് ഓർക്കുകയാണ്. അങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള വലിയൊരു മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വേർപാടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. നന്ദി CP ജയരാജൻ. നേതാക്കൾ അനുസ്മരിക്കുകയാണ് TH മുസ്തഫ എന്ന് പറയുന്ന വലിയ തലപ്പൊക്കമുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച്. ഈ പറയുന്നത് പോലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയും അതിൻ്റെ യുവജന പ്രസ്ഥാനത്തിലൂടെയും അതിൻ്റെ സമസ്ത മേഖലകളിലൂടെയും ഗ്രൗണ്ടിൽ പ്രവർത്തിച്ച് പ്രവർത്തകർക്കിടയിൽ, അണികൾക്കിടയിൽ പ്രവർത്തിച്ച് വളർന്നു വന്ന ഒരു നേതാവ്, ഭക്ഷ്യമന്ത്രി ആയി നിൽക്കുന്ന നേരത്തെ PP ജെയിംസ് സാർ പറഞ്ഞതുപോലെ ടിക്കാറാമിയുടെയുമുള്ള ഏറ്റുമുട്ടലിൻ്റെ കാലമൊക്കെ പറയുമ്പോൾ പോലും അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ ചെറുതല്ല. അതിനുശേഷം ഇങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ വിയോജിപ്പുകൾ വളരെ വ്യക്തമായി, വളരെ ഭംഗിയായി തന്നെ രൂക്ഷമായ ഭാഷയിൽ, കടുത്ത ഭാഷയിൽ തന്നെ തുറന്നു പറയുമ്പോൾ പോലും ഈ പറഞ്ഞ നേതാക്കളോടൊക്കെ സൗഹൃദമടക്കം കാത്തുസൂക്ഷിച്ചിരുന്ന വലിയ സൽക്കാലപ്രിയനായിരുന്ന ഒരു സൗഹൃദനെ അല്ലെങ്കിൽ ഒരു സൗഹൃദം വെച്ച് പുലർത്തുന്ന രാഷ്ട്രീയ നേതാവിനെ കൂടി ഓർക്കുകയാണ് ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ. ഹാഷ്മി, എനിക്ക് തോന്നുന്നു ഈ മുന്നണിക്കുള്ളിൽ, അതുപോലെ അത് മാത്രമല്ല പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സൗഹൃദം വെടിഞ്ഞ് അത് വലിയ വൈരാഗ്യത്തിലേക്ക് പോകുന്ന ഈ ഒരു പുതിയ തലമുറയിൽ പല രാഷ്ട്രീയ നേതാക്കളെയും നമ്മൾ കാണുന്നു. അവർക്കൊക്കെ ഒരു മാതൃക കൂടിയാവുകയാണ് ഇത്തരത്തിലുള്ള നേതാക്കൾ. അവർ മറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും അത്തരം ഓർമ്മകളും അവരെക്കുറിച്ച്
കുറിച്ചുള്ള അവർ നൽകിയ ഈ സന്ദേശങ്ങളും ഒക്കെയാണ് ബാക്കിയാകുന്നത് എന്ന് തോന്നുന്നു അല്ലേ? കാരണം വൈരുദ്ധ്യമുള്ളപ്പോഴും ഭിന്നാഭിപ്രായങ്ങളുള്ളപ്പോഴും അത് വ്യക്തമായി തന്നെ പ്രകടിപ്പിക്കുമ്പോഴും ഒരുമിച്ച് നിൽക്കുക, സ്നേഹത്തോടെ സൗഹൃദത്തോടെ മുന്നോട്ട് പോകുക.